ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനാർദ്ദനൻ മൂക്കുത്തല. ഇന്ന് ഇടവമാസത്തിലെ രോഹിണി നാളിൽ എൻ്റെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഒരു ഉള്ളി സാമ്പാർ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള ഈ ഉള്ളി സാമ്പാർ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒട്ടും മടിക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി പോകാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളും അതീവ രുചികരവുമായ ഈ ഉള്ളി സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വന്നാലോ. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 400 ഗ്രാം ചെറിയ ഉള്ളി തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരു ചെറിയ കഷ്ണം മത്തൻ എടുത്തു വച്ചിട്ടുണ്ട്. ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്കൊരു 100 ഗ്രാം പരിപ്പ്, സാമ്പാർ പരിപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല രീതിയിലൊന്ന് കഴുകി എടുത്തിട്ട് വരാം. നമുക്ക് ഒരു 4-5 പ്രാവശ്യം കഴുകിയാൽ നല്ല ക്ലീനായിട്ട് വരും. കാരണം ഇഷ്ടംമാതിരി ഇതിൽ വിഷമൊക്കെ അടിച്ച് വരുന്നതല്ലേ. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ അത് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മത്തൻ്റെ കഷ്ണം കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതുകൂടാതെ കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അത് അവിടെ കിടന്ന് വേവട്ടെ. നമുക്ക് ഈ സാമ്പാറിലേക്ക് ഒരു മസാല തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 1/4 മുറി നാളികേരം ചിരകിയത് ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് നാളികേരം ആവരുത്. അപ്പോൾ ഈ 1/4 മുറി നാളികേരം ആണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇത് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാം. നമുക്ക് ഒരുപാട് ചുവന്ന കളറാവരുത്. ഏകദേശം ഒന്ന് കളർ മാറി വരുന്നത് വരെയാണ് നമുക്കിത് വറുത്തെടുക്കേണ്ടത്. കാരണം ഇത് തീയലല്ല, അതുകൊണ്ട് ചെറിയ വറവ് മതി. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഏകദേശം ഇതൊരു കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇത് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഇത്രയും കളർ മതി നമുക്ക് സാമ്പാറിൻ്റെ തേങ്ങ വറുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി മസാലപ്പൊടികൾ ചേർക്കാം നമുക്ക്. ആദ്യമായിട്ട് ഞാൻ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ. എത്ര മല്ലിപ്പൊടിയാണോ എടുത്തിരിക്കുന്നത് അതിന് നേർ പകുതി മുളക് പൊടി കൂടി എടുത്തിട്ട് ഞാൻ വീണ്ടും ഇത് ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നാൽ നമുക്കിത് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ സാമ്പാർ മസാല ഇട്ട് കൊടുക്കാം. ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ സാമ്പാർ മസാല ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ സാമ്പാർ മസാലയാണ് ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. സാമ്പാർ മസാല നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാമ്പാർ പൊടി വാങ്ങിക്കാം, സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ ഞാനിതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് തണുക്കാൻ വെക്കുകയാണ്. തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയൊരു പാൻ വെച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഒരു ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്, ഇൻഡാലിയത്തിൻ്റെ. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഒരു 4-5 മിനിറ്റ് നല്ല രീതിയിൽ വഴറ്റിയെടുത്താൽ ഏകദേശം കളറൊക്കെ ഒന്ന് മാറി വരും. ഇപ്പോൾ ഇവിടെ ഏകദേശം കളറൊക്കെ മാറി വന്നതായിട്ട് നിങ്ങൾക്കിവിടെ കാണാം. ഇനി ഇതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 30 സെക്കൻഡ് നേരം വീണ്ടും വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു തക്കാളിയാണ് ഇടാൻ പോകുന്നത്. തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. വീണ്ടും ഒരു 30 സെക്കൻഡ് നേരം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് ഒരു പരുവം ആവുന്നത് വരെ നമുക്ക് വഴറ്റിയാൽ നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ അവിടെ നല്ല രീതിയിൽ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഞാൻ ഒഴിക്കാൻ പോകുന്നത് ഇതിലേക്ക് പുളിവെള്ളമാണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം പുളി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് പുളി ഒഴിച്ചാൽ നമ്മുടെ സാമ്പാർ നന്നായിരിക്കില്ല. അപ്പോൾ ഒരു മീഡിയം രീതിയിൽ നമുക്കിതിൽ പുളി ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പിട്ടതുകൊണ്ട് ഇപ്പോൾ വളരെ കുറച്ച് ഉപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് അവസാനം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി കുറച്ച് കായത്തിൻ്റെ കട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ഞാനിവിടെ പൊടിയാണ് ഇടുന്നത് സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് കായം പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു.
ഇത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്ക്. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ച മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സി കഴുകിയതിന് ശേഷം കുറച്ചുകൂടി ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഗ്രേവി എത്രത്തോളം വേണം എന്നുള്ളതൊന്ന് നോക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഗ്രേവി ഒഴിച്ചു കൊടുക്കണം. കാരണം ഇനി ഇത് ഒരു 10 മിനിറ്റോളം നമുക്ക് വേവിക്കേണ്ടതുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉപ്പെല്ലാം ഈ സമയത്ത് നമുക്ക് നോക്കാം കേട്ടോ. കുറച്ചും കൂടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു. സ്വല്പം ഉപ്പ് കുറവുള്ളതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് വേവിക്കേണ്ടതുണ്ട്. ചെറിയ തീയിലിട്ടിട്ട് വേണം വേവിക്കാൻ കേട്ടോ. അപ്പോൾ അതവിടെ കിടന്ന് വേവട്ടെ. നമുക്ക് പുറത്തൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. പുറത്ത് നല്ല ഗ്രീനറിയാണ്, ചെറിയ കാറ്റ് വീശുന്നുണ്ട്, നല്ല സുന്ദരമായിട്ടൊരു കാലാവസ്ഥയാണ്. ചെറുതായിട്ട് മഴച്ചാറിലുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും ഈ ഗ്രീനറിയൊക്കെ ഇതെൻ്റെ വീട്ടിൻ്റെ മുൻഭാഗത്തുള്ളതാണ്. അപ്പോൾ നമുക്ക് 10 മിനിറ്റിന് ശേഷം നമുക്ക് നമ്മുടെ സാമ്പാർ എന്തായി എന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ ഗ്രേവിയെല്ലാം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും ആയാൽ നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വറവിടണം. അതിനായിട്ട് ഞാനൊരു പാൻ വയ്ക്കുന്നു. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ ആദ്യമായിട്ട് കടുകിട്ട് പൊട്ടിക്കുന്നു. പിന്നീട് കുറച്ച് ഉലുവ, ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നു. പിന്നെ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നു. അവസാനം കുറച്ച് കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം നമ്മുടെ രുചികരമായിട്ടുള്ള ഉള്ളി സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുത്താൽ സുന്ദരമായിട്ടുള്ള ഒരു സാമ്പാർ ഇവിടെ റെഡിയായി. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. രുചികരമായിട്ടുള്ള ഒരു ഉള്ളി സാമ്പാറാണത്. ഞാനിപ്പോൾ ഇതേ അളവിലാണ് ഇത് എടുക്കുന്നത്. നിങ്ങൾ ഒരു മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞിട്ടാണ് സാമ്പാർ എടുക്കുന്നതെങ്കിൽ സ്വല്പം കൂടി വെള്ളം ഒഴിച്ച് നീട്ടിയതിന് ശേഷം ഓഫ് ചെയ്ത് വെച്ചാൽ മതി. ഈ സമയത്ത് കഴിക്കാനാണെങ്കിൽ നമുക്ക് ഇതേ അളവിൽ ഓഫ് ചെയ്യാം. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ കരുതുന്നു. ബായ്.